ഞങ്ങളിവിടെ കുംഭമേളക്കിടയ്ക്ക് പിടിച്ചോണ്ട് വന്ന ഒരാളെ കൊണ്ടാണ് ഇവിടെ ചക്ക വെട്ടിക്കുന്നത്. ചക്ക കിട്ടാൻ പോവാണോ? ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചക്ക കൊണ്ടൊരു ചക്കപ്പുഴുക്കും പിന്നെ ഒരു ചിക്കൻ കറിയും വെക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ കറി ഇപ്പോൾ തന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വരുന്നതാണ്. ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ പോകുന്ന കാർ ഉടനെ തന്നെ തിരിച്ചു വരും, ആരും പേടിക്കണം. ചിക്കൻ ഉണ്ടാക്കാൻ പോവാ. നമ്മൾ ചക്കപ്പുഴുക്കും ചിക്കൻ കറി വെക്കാൻ പോവാണ്. അതിനുള്ള കുഞ്ഞുള്ളിയാണ് ഞാനിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെയാണ്. പുറത്ത് നമ്മുടെ ചക്കവട്ടിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ നമ്മൾ കോഴിക്കറി വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. വെള്ളപ്പന്നാട്ടിൽ വെളുത്തേടത്തില്ലത്തു വെള്ളാട്ടി പറ്റതു വേശപ്പെണ്ണ് കാരസീയവൾ വീരസീയവൾ തേടിക്കൊണ്ടുവന്നു ചീര വിത്ത് നട്ടതു ചീര കിളുത്തതു കുമ്പളം പന്തലേറിയതു പീച്ചിലാണ് പറിച്ചപ്പം പാവയ്ക്ക അരിഞ്ഞപ്പം കോവയ്ക്ക ചട്ടിയിലിട്ടപ്പം കൊത്തച്ചക്ക തിന്നാൻ കുത്തിയിരുന്നപ്പം തൊണ്ണെ തടഞ്ഞതു കട്ടുറുമ്പ് തട്ടി കൊട്ടയിലിട്ടപ്പം കോഴിക്കോട്ടങ്ങാടി തീ പിടിച്ച് ഒരു വലിയ കൂഴപ്പ്ളാവ് ഉണ്ടായിരുന്നു. ആ കൂഴപ്പ്ളാവിൽ ഒരു വർഷം ഒരു 100 ചക്കയെ കൂടുതൽ കായ്ക്കും. ഒരു ചക്കയെ ഒരുത്തിനെടുത്താൽ പോകുള്ളൂ. അത്രയും വലിയ ഒരു കൂഴപ്പ്ളാവാണ്. അതിൻ്റെ ചക്ക പ്ലാവും വംശനാശം വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ കരോട്ടിട്ട് കൊണ്ടുപോകുന്ന ഇഞ്ചിക്കണ്ടത്തേൽ 2 കുരു ഇട്ട് ഉടുപ്പിച്ചതാണിത്. അപ്പോൾ അതിനകത്തുനിന്ന് അന്നത്തെ കാരണവന്മാർക്ക് ഒരു ചക്കയ്ക്കകത്തുള്ളത് വരിക്കക്കുരുവും കൂഴക്കുരുവുണ്ട്. കൂഴക്കുരു വെച്ചാൽ കൂഴപ്പ്ളാവേ ഉണ്ടാവുള്ളൂ. വരിക്കക്കുരു വെച്ചെങ്കിലേ വരിക്കയൊക്കെ ഉണ്ടാവുള്ളൂ. അവർ നോക്കിയെടുക്കാൻ അറിയാം അതിൻ്റെ ഓരോ കുരുവിലുള്ള രേഖ അനുസരിച്ച്. അങ്ങനെ വെച്ച് പിടിപ്പിച്ച കൂഴപ്പ്ളാവിൻ്റെ കുരു ഇട്ട് പിടിപ്പിച്ച വരിക്കച്ചക്കയാണ്. തേൻ ചൊള്ളി വരിക്കയാണിത്. നല്ലപോലെ മൂത്ത് പഴുത്താൽ തേൻ മാറി നിൽക്കുന്ന മധുരമുള്ള വരിക്കയാണ്. പൈതൃകമാണിത്. കാരണം നമുക്ക് മുൻ തലമുറ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി വെച്ചതിൻ്റെ പൊക്കത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതത്തുള്ളൂ.
ഹലോ, അപ്പം നമ്മുടെ ചിക്കൻ കറിയും ചക്കപ്പുഴുക്കും റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളൊരു ഇലയൊക്കെ വെട്ടിയാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ചിക്കനും ചക്കയും. പറയാട്ടാ, ചിക്കനും ചക്കയും കുറച്ച് എന്താണ് ചേട്ടോ ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ ചക്ക കഴിക്കാനുള്ള മെയിൻ കാരണം ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എന്നെ നന്ദി അറിയിക്കുന്നത് കേട്ടാ. ചേട്ടൻ രാവിലെ പോയി കഷ്ടപ്പെട്ട് ഇട്ടുകൊണ്ട് വന്നാണ്. പ്ലാവിലൊക്കെ വലിഞ്ഞ് കയറിയോ ചേട്ടാ? ഇല്ലല്ലേ? ആ, തോട്ടി ഇട്ടാണ് ചക്ക കയറിയല്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് വിചാരിക്കണ്ട. എല്ലാവരും വീട്ടിൽ പോയി ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ നല്ല ഒരു കോമ്പിനേഷനാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണം ഗൈസ്.